ഇന്ന് നമ്മളെല്ലാം മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജന്മദിനം ആഘോഷിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന നവോത്ഥാന നായകനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. നമ്മളത് ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ മനസ്സിലെല്ലാം ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത്, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത്, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിലിറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു. മിക്കവാറും വള്ളത്തിലൂടെ രാത്രികാലങ്ങളിൽ, കാരണം ഗുണ്ടകളും പോലീസും പട്ടാളവും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണ്, കയ്യിൽ കിട്ടിയാൽ കൊല്ലുമായിരുന്നു. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചു. എവിടെയാണ് അനീതി ഉണ്ടാകുന്നത് അവിടെയെല്ലാം അദ്ദേഹം ഓടിയെത്തി. ഒരു ഘട്ടത്തിൽ എത്തിയത് കുറുവടിപ്പടയുമായിട്ടാണ്. ആ കുറുവടിപ്പട അടിച്ചാൽ, ഒരടി കിട്ടിയാൽ 2 അടി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ നേതാവായിരുന്നു അയ്യങ്കാളി. തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തോട് ഭയമായി. അനീതി എവിടെ ഉണ്ടായാലും, അധർമ്മം എവിടെ ഉണ്ടായാലും, എവിടെ ജാതിയുടെ പേരിൽ മനുഷ്യനെ ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്ന സംഭവം എവിടെ ഉണ്ടായാലും അവിടെയെല്ലാം അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. അദ്ദേഹം നടത്തിയ സമരങ്ങളെല്ലാം കേരളത്തിൽ എന്നും ഓർത്തുവെക്കാൻ, കേരളമുള്ള കാലത്തോളം ഓർത്തുവെക്കാൻ കഴിയുന്ന സമരങ്ങളാണ്. തിരുവനന്തപുരത്തെ തെരുവീതികളിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാട്ടം നയിച്ചു. ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നത് രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവ് എഴുന്നള്ളത് പോലെ ഒരു മണിശബ്ദം കേട്ടുകൊണ്ടാണ്. പക്ഷെ വന്നപ്പോൾ രാജാവിന് പകരം ആ വില്ലുവണ്ടിയിൽ നിന്നിരുന്നത് ഒരു മുറിക്കയ്യൻ ബനിയനും ഒരു തൊപ്പിയുമായി ശ്രീമതി അയ്യങ്കാളിയായി. ആ വില്ലുവണ്ടി യാത്ര അന്ന് നടത്താൻ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ രാജവീതികളിലൂടെ മഹാരാജാവ് സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ച് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ബോധ്യം ഭരണകൂടത്തിന്റെ മനസ്സിലേക്ക് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു എന്ന് ചെയ്തത്. 1912 എന്റെ ഓർമ്മ മാർച്ച് 4-ാം തീയതിയാണ്. ശ്രീമൂലം അസംബ്ലിയിൽ അദ്ദേഹം വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. ആ പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. തിരുവിതാംകൂറിലെ 6-7 സ്കൂളുകളിൽ മാത്രമാണ് ഈ സമുദായത്തിന് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് പഠിക്കാൻ അവസരമുണ്ടാകുന്നത്. അതുപോരാ, ഇന്ത്യയിലുടനീളം എല്ലാ വിദ്യാലയങ്ങളിലും അവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ സമരം. കല്ലുമാല ബഹിഷ്കരിക്കാൻ, കുപ്പിച്ചില്ലുമാലയും കല്ലുമാലയും ധരിക്കാൻ സവർണ വിഭാഗങ്ങൾ ജാതിയിൽ താഴ്ന്നവരാണ് എന്ന് അവർ തീരുമാനിച്ചിരുന്ന ആളുകളോട്, അവരുടെ സ്ത്രീകളോട് നിർബന്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കല്ലുമാല ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ സമരം, കല്ലുമാല ബഹിഷ്കരണ സമരം, അതും കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ ആർക്കും മാറ്റി എഴുതാൻ പറ്റാത്ത വലിയൊരു അധ്യായമായി മാറി. ആ പോരാട്ടമാണ് കേരളത്തിലെ വലിയ സാമൂഹ്യ പരിവർത്തനത്തിന് ഇടയാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി, പക്ഷെ മതിയായോ? പോരാ, ഇനിയും മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഈ സർക്കാരും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്